എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓം ഓർ ദി സ്റ്റാർട്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഹിന്ദു മതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു പോയിന്റ് അല്ല. അതിനും അപ്പുറമായിട്ട് ഒരു വളരെ അധികം പ്രസക്തിയുള്ള ഒരു കാര്യമുണ്ട്. ഓംകാര നാദത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും മന്ത്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഓം എന്ന് വെച്ചായിരിക്കും തുടങ്ങുന്നത്. അതേപോലെ തന്നെ ധ്യാനിക്കുമ്പോഴും പലപ്പോഴും ഓം എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മൾ ഉരുവിടാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഒത്തിരി ഉണ്ട് അതിനകത്ത് പറയാനായിട്ട്. പക്ഷെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഓം എന്ന് പറയുന്നത് 3 ശബ്ദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ, ഉ, ഉം. അത് മൂന്നും കൂടെ ഒരു പ്രത്യേക ഒരു അളവിൽ ചേർക്കുമ്പോഴാണ് ഓം എന്ന് പറയുന്ന ആ ഒരു ശബ്ദം നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. എന്താണ് ഈ 3 ശബ്ദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ എന്ന് പറയുന്നത് സ്റ്റാർട്ട്, തുടക്കം എന്നാണ്. ഉ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്, അതായത് അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്തൊരു കാര്യത്തിൻ്റെയും. പിന്നെ എന്ന് പറയുന്നത് അവസാനത്തെ ഒരു അന്ത്യം, ഒരു എൻഡാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം എന്തൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: എന്തൊരു കാര്യത്തിനും ഒരു തുടക്കമുണ്ടാകും, അതിൻ്റെ ഒരു ആയുസ് ഉണ്ടാകും, എല്ലാം കഴിഞ്ഞ് അവസാനം അതിനൊരു നാശമുണ്ടാകും. നാശം എന്ന് പറഞ്ഞാൽ അത് തീർന്ന്, ഒരുപക്ഷെ അതോടെ തീരുന്നില്ലായിരിക്കാം, അത് മറ്റൊരു രീതിയിൽ പരിവർത്തിക്കപ്പെടുന്നുണ്ടാകാം. അപ്പം ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു മനുഷ്യായുസ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ആണെങ്കിലും അതിനൊരു തുടക്കമുണ്ട്, ഒരു ജനനമുണ്ട്, അതിൻ്റെ ഒരു ജീവിതമുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, പിന്നെ അതിന് ശേഷം അതിൻ്റെ ഒരു മരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഇത് വലിയൊരു സത്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ശബ്ദമല്ല. അതിനേക്കാളും അപ്പുറമായിട്ട് വലിയൊരു കോൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ പുറകിൽ എന്നുള്ളതാണ്. ഒരു ജീവിത സത്യമാണ് ഓം എന്ന് പറയുന്ന ഈ ഒരു ഓംകാരനാദത്തിൻ്റെ പുറകിലുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പം തൽക്കാലം ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അതിനെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പം എല്ലാവർക്കും ഈ ഒരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് ഒരുപാട് നേട്ടങ്ങളും നേടാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.